ജോലി, ശമ്പളം, നമ്മുടെ ഉപഭോഗം, ഇതിലും ഒരു ബാലൻസ് വേണ്ടേ? തീർച്ചയായിട്ടും. എപ്പോഴും ഞങ്ങൾ തമാശയ്ക്ക് പറയുകയാണെങ്കിലും പറയേണ്ടത്, ഡോണ്ട് ട്രൈ ടു swallow more than what you can chew. അത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കാലത്തെങ്കിലും അടുത്തൊരു 1 year we have to be really careful. Next 1 year is going to be a very critical period. നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം നമ്മൾ കെയർ എടുത്തില്ലെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ശരിക്കും നമ്മൾ ഡിസിപ്ലിൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വി മേ റീച്ച് എ സ്റ്റേജ് വെയർ ഇന്ന് നമുക്ക് സ്കേഴ്സിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ആ കോൺഫിഡൻസ്. പക്ഷെ നമ്മുടെ വേസ്റ്റേജ് ഒരു സ്കേഴ്സിറ്റിയിലേക്ക് രാജ്യത്തെ നീക്കാൻ നല്ല സാധ്യതയുണ്ട്. സോ ലെറ്റ് us കൺസേർവ് അവർ റിസോഴ്സ്. ഇപ്പോൾ ഓരോ നമ്മൾ എപ്പോഴും പറയാം, ഡിസിപ്ലിൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം യുവർ ഹൗസ് എന്ന് പറയാറുണ്ട്. വീട്ടിൽ നിന്നാണ് നമ്മൾ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ വീട്ടുകാരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തിങ്ക് കെയർഫുള്ളി. കാരണം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഫുഡ് ഇന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് അതിന് വിലയില്ലാത്തത്. നാളെ ഇതേ രാജ്യത്ത് ഒരു ഫുഡ് സ്കേഴ്സിറ്റി വന്നാൽ നമ്മൾ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ ആവും. ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല.